മലയാളികൾക്ക് വിഷു എന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് അല്ലേ? മേടമാസത്തിലെ വിഷു ഓരോ മലയാളിക്കും പുതുവർഷത്തിലേക്കുള്ള കാൽവെപ്പാണ്. മലയാളിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് വിഷു. മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് നാം വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നത് തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മലയാളികൾക്ക് വിഷു എന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ്. വിഷു അർത്ഥപൂർണമാകണമെങ്കിൽ കണി കാണണം. രാമമുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത്. ഉദയത്തിന് മുൻപ് വിഷുക്കണി കാണണം. കണി കണ്ട ശേഷം കിടന്നുറങ്ങാൻ പാടില്ല. വിഷുവിൻ്റെ തലേ ദിവസം തന്നെ കണിയൊരുക്കണം. സാധാരണ കുടുംബനാഥയാണല്ലോ കണിയൊരുക്കുക. വീട്ടിൽ പൂജാമുറിയിലോ തൂത്തു തളിച്ച ശുദ്ധമാക്കിയ സ്ഥലത്തോ കണിയൊരുക്കാം. ഒരു പീഠത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം, നല്ല പൊട്ടാത്ത വിഗ്രഹം, അതാണ് നല്ല വിഗ്രഹം വെക്കണം എന്ന് പറയുന്നത്. കൃഷ്ണ വിഗ്രഹം വെച്ച് അതിൽ മാല ചാർത്തി അലങ്കരിക്കണം. എന്നിട്ട് കൈയും കാലും മുഖവും കഴുകി ആദ്യം കണി കാണണം. അതിനുശേഷം വീട്ടിലെ ഓരോരുത്തരെയായി കണി കാണിക്കണം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത്. കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം. അതിന് ശേഷം പല വൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കണം. കണി കണ്ട ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകും. വർഷം മുഴുവൻ സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രായമുള്ളവർ പ്രായത്തിൽ കുറഞ്ഞവർക്കാണ് കൈനീട്ടം നൽകുക. പിന്നെ വിഷുക്കണിക്ക് ഒരുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിളക്ക്, ഓട്ടുരുളി, ഉണക്കലരി, നെല്ല്, നാളികേരം, സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി, ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, കൃഷ്ണവിഗ്രഹം, കണിക്കൊന്ന പൂവ്, പിന്നെ എള്ളെണ്ണ കത്തിച്ചിട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത്. പിന്നെ തിരി, കോടികൊണ്ട്, ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, ഓട്ടുകിണ്ടി, വെള്ളം. ഇത്രയൊക്കെയുമാണ് വിഷുക്കണി ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ. വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്ന് നോക്കാം നമുക്ക്. കണി ഒരുക്കുന്നതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട്. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണമുള്ളവയാണ്. കണിയില്ല. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വയ്ക്കണം. പിന്നെ ചക്കയോ മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമാണെന്നാണ് പറയുക. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായ വാൽക്കണ്ണാടി വയ്ക്കാം. നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് ഒരു സങ്കല്പം. കണിക്കൊന്ന വിഷുക്കൈ നീട്ടമാകട്ടെ.